ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എൻ്റെ കുഞ്ഞിനെ ഇവരെടുക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ ചേച്ചിക്ക് കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടമൊക്കെ തോന്നി. അത് ശരി തന്നെ, എന്നാലേ എൻ്റെ കുഞ്ഞിനെ കൊടുത്ത് ആ സങ്കടം മാറ്റാനായി ഞാൻ എന്താണെങ്കിലും ഉദ്ദേശിക്കുന്നില്ല. പിന്നെ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്ന കാര്യം ഓരോ മണിക്കൂർ ഇടവിട്ട് ഞാൻ കുഞ്ഞിന് കൊടുത്തോളാം. ഇനി മരുന്നിൻ്റെ കാര്യം തന്നെ ഉള്ളതാണോ എന്ന് ആർക്കറിയാം എന്നൊക്കെ ദേഷ്യത്തോടെ ആതിര പറയുമ്പോൾ, കുഞ്ഞിന് കൊടുക്കുന്ന മരുന്ന് ഏതാണെന്നും കുഞ്ഞിന്റെ അസുഖം എന്താണെന്നും നിനക്കറിയാമോ എന്ന് ദേഷ്യത്തോട് ചോദിക്കുകയാണ് സന്ദീപ്. ഇത് കേൾക്കുന്ന അർച്ചന സന്ദീപിനോട് ഒന്നും പറയരുതെന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നു. നിന്റെ പ്രശ്നം ഇപ്പോ കുഞ്ഞിനെ ഞാൻ എടുത്തതല്ലേ, ഇന്നാ നീ തന്നെ കുഞ്ഞിനെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞുകൊണ്ട് ആതിരയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് മുറിയിൽ ചെന്നിരിക്കുന്ന ആതിരയാണ്. സത്യത്തിൽ എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, ഞാനാണോ അതോ എന്റെ ചേച്ചിയാണോ സന്ദീപിന്റെ ഭാര്യയെന്ന്. എന്നേക്കാൾ കൂടുതൽ കാര്യമാണല്ലോ സന്ദീപിന് ചേച്ചിയുടെ കാര്യങ്ങൾക്ക്. ഇത് കേൾക്കുന്ന സന്ദീപ് ആതിര അടിക്കാനായി കൈ ഓങ്ങുകയാണ്. അതിനുശേഷം ദേഷ്യത്തോടെ കൈ താഴ്ത്തിയിടുന്നു. എനിക്കെന്താണെങ്കിലും നിന്നേക്കാൾ വലുത് എൻ്റെ ഏട്ടത്തി തന്നെയാണെന്ന് പറഞ്ഞ് സന്ദീപ് ദേഷ്യത്തോടെ മുറിയുടെ പുറത്തേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അർച്ചനയെ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കമലയും മാഷും അനൂപും മീരയും സച്ചിയും എല്ലാവരും തന്നെയുണ്ട്. അതേസമയം അവന്തിക ഡോക്ടർ കബീറിനെ വിളിക്കുമ്പോൾ അർച്ചന അഡ്മിറ്റ് ആകേണ്ട താമസം മാത്രമേ ഉള്ളെന്നും ഉടൻ തന്നെ സർജറി നടത്തുമെന്നും ഡോക്ടർ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തികയ്ക്ക് സന്തോഷമാവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡോക്ടർ സന്ധ്യയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ആദ്യത്തെ ആണ്ടാണിന്നെന്നും അതുകൊണ്ട് തന്നെ ഞാനിന്ന് ഹോസ്പിറ്റലിലേക്ക് വരില്ല, ക്ഷേത്രം വരെ ഒന്ന് പോകണമെന്ന് സന്ധ്യ ഫോണിൽ പറയുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് അബ്ദുൾ ഖാദറിൻ്റെ പഴയ ഷർട്ടും മരണവാർത്ത വന്ന പത്രവും എല്ലാം തന്നെ വായിക്കുമ്പോഴാണ് അർച്ചനയുടെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ നടത്തുന്ന ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള വാർത്ത സന്ധ്യ കാണുന്നത്. ഉടൻ തന്നെ സന്ധ്യ സച്ചിയെ വിളിക്കുന്നു. സർജറി തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ തുടങ്ങുമെന്ന് സച്ചി പറയുന്നു. അതേസമയം ഒരു സിസ്റ്റർ മരുന്ന് വാങ്ങാനായി പ്രിസ്ക്രിപ്ഷൻ കൊണ്ട് സച്ചിയുടെ കൈ കൊടുക്കുമ്പോൾ സച്ചി അതും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് സന്ധ്യ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതാണ്. അതേസമയം അർച്ചനയ്ക്ക് അനസ്തേഷ്യ നൽകിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് കബീർ ഡോക്ടറിന് ഒരു കോള് വരികയായിരുന്നു. അത് മറ്റാരുമല്ല, അവന്തികയായിരുന്നു. സർജറി തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്നും ഇപ്പൊ തന്നെ യൂട്രസ് റിമൂവ് ചെയ്യുന്ന സർജറി ഞാൻ ആരംഭിക്കുമെന്നും ഡോക്ടർ പറയുമ്പോൾ പാതിബോധത്തിൽ കിടക്കുന്ന അർച്ചന ഇത് കേട്ട് ഞെട്ടലോടെ ഡോക്ടറിനെ നോക്കുകയാണ്. അർച്ചന എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അർച്ചന ബോധരഹിതയാവുകയാണ്. അതേസമയം തന്നെയാണ് സന്ധ്യ അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്താ ഡോക്ടർ, എന്ത് പറ്റിയെന്ന് സച്ചി ചോദിക്കുമ്പോൾ സച്ചിയോട് ഞാൻ അന്നേ പറഞ്ഞതില്ലേ എല്ലാം അന്വേഷിച്ചിട്ട് വേണം സർജറി നടത്താനെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓടിക്കയറുകയാണ് സന്ധ്യ. അവിടെ ചെന്നുടനെ തന്നെ കബീറിനോട് എന്ത് സർജറിയാണ് നടത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങളോട് പറയേണ്ട ഒരു കാര്യവുമില്ലെന്ന് കബീർ പറയുന്നു. തുടർന്ന് അവിടെയുള്ള സിസ്റ്ററിനോട് സന്ധ്യ ചോദിക്കുമ്പോൾ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള സർജറിയാണെന്ന് ആ സിസ്റ്റർ പറയുന്നു. ഇത് കേൾക്കുന്ന സന്ധ്യ ഞെട്ടലോടെ ഡോക്ടറിനെ നോക്കുകയാണ്. ഇതാണോ നിങ്ങളുടെ മര്യാദ, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങനെയാണോ ഇടിച്ചു കയറുന്നത് എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ സന്ധ്യ പറയുകയാണ്, നിങ്ങൾ ചെയ്യാൻ പോകുന്ന സർജറി വെച്ച് നോക്കുകയാണെങ്കിൽ ചെകിട്ടത്ത് തന്നിട്ട് വേണമായിരുന്നു സംസാരിക്കാനെന്ന് ദേഷ്യത്തോടെ സന്ധ്യ പറയുന്നു. അതേസമയം അങ്ങോട്ടേക്ക് സച്ചിയും സന്ദീപും വരുമ്പോൾ അർച്ചനയുടെ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ള സർജറിയാ ഇപ്പോൾ ഇവിടെ നടക്കാനിരുന്നതെന്ന് സന്ധ്യ പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി ആ ഡോക്ടറിനെ പൊതിരെ തല്ലുകയാണ്. കൃത്യസമയത്ത് തന്നെ പോലീസും അങ്ങോട്ടേക്ക് എത്തുന്നു. എന്താ എന്താ ഉണ്ടായതെന്ന് പോലീസ് ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം സന്ധ്യ അവരോട് പറയുകയാണ്. തുടർന്ന് എല്ലാം കേട്ടതിന് ശേഷം ഡോക്ടർ കബീറിനെ വിലങ്ങണിയിച്ചുകൊണ്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അർച്ചനയ്ക്ക് ബോധം വരികയാണ്. സന്ധ്യ ഡോക്ടർ കൃത്യസമയത്ത് വന്നതുകൊണ്ടാണ് നിന്നെ രക്ഷിക്കാനായതെന്ന് മീര പറയുമ്പോൾ എല്ലാവരും അതിനെ ശരിവെക്കുകയാണ്. അർച്ചന ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് സന്ധ്യ പറയുന്നു. ഇത് കേട്ട് വിഷമത്തോടെ കിടക്കുന്ന അർച്ചനയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.